മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. യഹോവ അവന് ഗമനം സ്ഥിരമാക്കും. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, എന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം എന്റെ വഴി സ്ഥിരമാക്കും. പക്ഷെ എന്റെ വഴി സ്ഥിരമാകണമെങ്കിൽ എന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായിരിക്കണം. എന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായിരിക്കണമെങ്കിൽ ഞാൻ ദൈവം പ്രസാദിക്കുന്ന വഴിയിലായിരിക്കണം. മനസ്സിലായി? ഹലോ, ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം ആ വഴി സ്ഥിരമാക്കുമെന്ന് പറയുമ്പോ നമുക്ക് തോന്നുന്ന വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തേച്ച് അത് സ്ഥിരമാക്കുമെന്നല്ല എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായില്ല? നമുക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ യാത്ര ചെയ്താൽ, നമുക്ക് തോന്നിച്ച വഴിയിലൂടെ യാത്ര ചെയ്താൽ ആ വഴി എല്ലാം ദൈവം സ്ഥിരമാക്കി തരുമെന്നല്ല ഈ പറയുന്നത്. ദൈവം എന്റെ വഴിയിൽ പ്രസാദിക്കണമെങ്കിൽ, ആ വഴി സ്ഥിരമാക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലായിരിക്കണം. ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ, സ്നാനപ്പെട്ടത് കൊണ്ടോ, കയ്യടിച്ചത് കൊണ്ടോ, അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, സ്തോത്രം പറഞ്ഞത് കൊണ്ടോ, കൃത്യമായി ആരാധനയെ സംബന്ധിച്ചത് കൊണ്ടോ, എല്ലാ ആഴ്ചയിലും ആരാധനയെ സംബന്ധിച്ചത് കൊണ്ടോ, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും 7 മണിക്കൂർ പ്രാർത്ഥനയെ സംബന്ധിച്ചത് കൊണ്ടോ ദൈവം ഒരു മനുഷ്യന്റെ വഴി പ്രസാദിക്കണമെന്നില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന വഴിയിലായിരിക്കണം. അപ്പോ ദൈവം പ്രസാദിക്കുന്ന വഴിയിലായിരിക്കണം ഒരു ദൈവമൈതൽ. ഇനി ഒരല്പം കൂടെ ആഴമായിട്ട് ഞാൻ പറഞ്ഞാൽ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവം പ്രസാദിക്കുന്ന വഴിയിലായിരിക്കും. ദൈവത്താൽ നിർണയിക്കപ്പെട്ടവൻ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവം വിളിച്ചു വേർതിരിച്ചവൻ, അവൻ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലായിരിക്കും. ആമേൻ. യേശു കർത്താവ് യോർദാനിൽ സ്നാനമേറ്റ്, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവനിലേക്ക് ഇറങ്ങി വന്നു. ഒരു ശബ്ദം ഉയരത്തിൽ നിന്ന് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കേട്ടോ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രിയപുത്രനായാലും കൊള്ളാം, അല്ലേലും കൊള്ളാം, ദൈവം പ്രസാദിക്കുന്ന വഴിയിൽ ജീവി നടന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകൂ. പോകുന്ന വഴികൾ സ്ഥിരമാകണമെങ്കിൽ, വഴിയിൽ പതിയിരിക്കുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കണമെങ്കിൽ നീ ദൈവം പ്രസാദിക്കുന്ന വഴിയിലായിരിക്കണം. മനസ്സിലായില്ല? ഹലോ, ദൈവം നിന്നെ വിടുവിക്കണമെങ്കിൽ, ദൈവം നിന്നെ സംരക്ഷിക്കണമെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന വഴിയിലായിരിക്കണം നീ. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ആണോ? ആണോ? ഹലോ, ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ ആരും പ്രസാദിച്ചില്ലെങ്കിലും ദൈവം പ്രസാദിക്കും.